അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ ചെക്കൗട്ടിനായി പോവുകയാണ്. ചെക്കൗട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പോയിട്ട് ലഞ്ച് കഴിക്കും. അതിനുശേഷം നേരെ വീട്ടിലോട്ട്. സ്റ്റേക്കേഷൻ കഴിഞ്ഞതിൻ്റെ ഒരു വിഷമാണിപ്പോൾ. അങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. 2 ദിവസത്തെ അല്ല 3-ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് വിഷമാണ്. ഇനി വീണ്ടും കഞ്ഞിയും പയറിലേക്ക്. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെയുള്ള ഐറ്റംസ് നോക്കാം. അതിനുശേഷം ഫുഡ് ഓരോന്നായിട്ട് എടുത്ത് ടേബിളിൽ കൊണ്ടുപോകാം. ആദ്യം തന്നെ ഇന്ത്യൻ ബ്രെഡ്സിൻ്റെ ലൈവ് കൗണ്ടറാണ്. ഓൺ ഓർഡർ അവർ നമ്മുടെ ടേബിളിൽ എത്തിച്ചു തരും. ആദ്യത്തെ 3 സ്റ്റാർട്ടേഴ്സാണ്. ഇതാണ് മുർഗ് ബജിയ, പിന്നെ ഷാമി കബാബും ക്രിസ്പി ബേബി കോണും ഉണ്ടായിരുന്നു. ഇത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. അടുത്തത് പാസ്ത സെക്ഷനാണ്. സ്പെഗറ്റിയും മെക്രോണിയും ഉണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് തരുന്നതാണ്. പിന്നെ 3 തരത്തിലുള്ള ചട്നിയും. നോൺ വെജ് സെക്ഷനിൽ കടായി ചിക്കൻ, ബീഫ് മപ്പാസ, അതുപോലെ തന്നെ തായ് റെഡ് കറി. തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കറിയാണ് തായ് റെഡ് കറി. അങ്ങനെ ഒരുപാട് വെറൈറ്റിയിലുള്ള ഐറ്റംസ് ആയിരുന്നു ഇന്ന് ലഞ്ചിന് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതേ ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ഐറ്റംസ് ആണ്. നമുക്ക് വേണ്ട, നമ്മൾ മനസ്സിൽ വിചാരിച്ച ഏകദേശം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. വെജിറ്റേറിയൻസിനെയും നോൺ വെജിറ്റേറിയൻസിനെയും ഈക്വലി കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ ഓരോ ഐറ്റം അവരുണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം, ലൈവ് കൗണ്ടറിൽ ഇതേ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്ത മീനല്ല കേട്ടോ, വേറെ ഏതോ ഒരാൾ ഓർഡർ ചെയ്ത മീൻ ഷെഫ് ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞിട്ട് ഞാൻ മീനിൻ്റെ ഓർഡർ കൊടുക്കുന്നുള്ളൂ. മീൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ കുറവായിരിക്കില്ലേ. ഇനിയുള്ള 2-3 ഐറ്റം വെജിറ്റേറിയൻസിൻ്റെ സ്പെഷ്യലാണ്. പപ്പടവും കൊണ്ടാട്ടവും പിന്നെ ബാസ്മതി അരിയുടെ ചോറും. പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത് കൊണ്ടായിരിക്കും ഇവിടെ ബസ്മതിയുടെ ചോറ് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ കുത്തരി പറ്റുന്നുണ്ടാവില്ല. കേരളത്തിന് പുറത്തുള്ള എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എല്ലാം ഓക്കെയാണ്, പക്ഷെ നിങ്ങളുടെ അരിയിലെ ചോറ് മാത്രം കഴിക്കാൻ പറ്റില്ല എന്ന്. അടുത്തത് ലൈവ് കൗണ്ടറാണ്. ചിക്കൻ, ഫിഷ്, സുക്കീനി, പിന്നെ ക്യാപ്സിക്കം. ഇതിലേത് പറഞ്ഞാലും ഓൺ ഓർഡർ നമ്മുടെ ടേബിളിൽ എത്തിക്കും. അടുത്തത് ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചാട്ട് ഐറ്റംസ് ആണ്. ചാട്ട് ഐറ്റംസ് നോർത്ത് ഇന്ത്യൻസിൻ്റെ ആണെങ്കിലും ഇന്ന് ഒട്ടുമിക്ക മലയാളികളും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒന്നാണ് പാനിപൂരി. പാനിപൂരി മാത്രമല്ല കേട്ടോ, ബേൽപൂരി, ദഹിപൂരി, ദഹി പപ്പടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അമ്മയും മോനും ഇതിൽ നോട്ടോട്ട് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി വിട്ടുപോയൊരു കാര്യം കാണിക്കാട്ടോ. ശരിക്കും ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടിയിരുന്നത്. സൂപ്പിൻ്റെ സെക്ഷനാണ്. വെജിറ്റേറിയൻസിന് ടൊമാറ്റോ സൂപ്പും നോൺ വെജിറ്റേറിയൻസിന് ചിക്കൻ സൂപ്പും ഉണ്ടായിരുന്നു. ഐറ്റംസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത റൂമിൽ പോയി സാലഡിൻ്റെ സെക്ഷൻ നോക്കാം. കഴിഞ്ഞിട്ടില്ല. അടുത്തത് ഡെസേർട്ടിൻ്റെ സെക്ഷനാണ്. കേക്കും സ്വീറ്റ്സും ഫ്രൂട്ട്സും ഐസ്ക്രീമും. ഐസ്ക്രീം തന്നെ 4 ഫ്ലേവേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഫുഡ് ലവറിന് ഇതിനേക്കാൾ കൂടുതൽ വേറെ എന്താ വേണ്ടേ. ആദ്യം തന്നെ സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ടൊമാറ്റോ സൂപ്പാണ് ഞാൻ എടുത്തത്. പിന്നെ നെയ്ച്ചോറ്, ചിക്കൻ ബിരിയാണി, ചമ്മന്തി, അങ്ങനെ അവനവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ സാധാരണ ഇതുപോലെ ബുഫേയിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് എല്ലാവരും പ്ലേറ്റിലെടുക്കും. പിന്നെ അതിനുശേഷം കറികൾ ഓരോന്നും ഓരോ ബൗളിൽ എടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാം. ചിക്കൻ കറി, തായ് ഫിഷ് റെഡ് കറി, ബീഫ് മപ്പാസ്, ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്തത്. തായ് ഫിഷ് റെഡ് കറി അത്ര പോരായിരുന്നു. ഇനിയാണ് ഇവിടുത്തെ താരം, അയിലമീൻ ഫ്രൈ. ആദ്യം തന്നെ ബുഫേ മെനു കണ്ടപ്പോൾ നോട്ടം ഇട്ട് വെച്ച ഐറ്റം ആണ് ഇത്.
ചോറും മീനും ഞാൻ അവസാനമേ കഴിക്കുന്നുള്ളൂ. ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ള ബിരിയാണിയും നെയ്ച്ചോറും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത് ചിക്കൻ ഗ്രിൽഡ് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റിലോ ബൗളിലോ ഞങ്ങൾക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറ്. അടുത്തതാണ് എൻ്റെ ഫേവറേറ്റ് ചോറും മീനും ബീട്രൂട്ട് തോരനും പിന്നെ പപ്പടവും രസവും. ചോറും മീനും കഴിക്കുമ്പോൾ ഉള്ള സംതൃപ്തി വേറെ ഒരു ഭക്ഷണത്തിനും കിട്ടില്ല. അടുത്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് ഓർഡർ ചെയ്ത മക്രോണി ആയിരുന്നു. ടൊമാറ്റോ ഫ്ലേവേർഡ് ആണ്. വീട്ടുകാർ ഇതിന് മുന്നേ മക്രോണി കഴിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷേ അത് ഇങ്ങോട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഈ ചോറും മീനൊക്കെ ഈ സ്പൂണും ഫോർക്കൊക്കെ വെച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിരിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു ഡീസൻസി കീപ്പ് ചെയ്യണമല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ സ്പൂണും ഫോർക്കൊക്കെ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരും തെറ്റിദ്ധരിക്കരുത്. തായ് ഫിഷ് കറി ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. തായ് ഫിഷ് കറി ഞാൻ തായ്ലൻഡിൽ നിന്ന് കഴിച്ചൊരു ടേസ്റ്റാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇതൊരു വേറെ ഏതോ ഒരു തരം ടേസ്റ്റായിരുന്നു. അടുത്തത് ഡെസേർട്ടാണ്. വീട്ടുകാരൊക്കെ സ്വീറ്റ്സ് എടുത്തു, ഞാനതൊരു കേക്കിൽ ഒതുക്കി. അതിനുശേഷം ഞങ്ങൾ 4 പേർക്കും കൂടെ 2 പാനിപൂരി ഓർഡർ ചെയ്തു. അവരത് ടേബിളിൽ കൊണ്ടുവന്ന് തന്നു. പാനിപൂരി കഴിക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. താഴെ ഓട്ടയുണ്ടെങ്കിൽ അതേ ഇതുപോലെ ഇരിക്കും. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം കഴിച്ചു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് തൈര് സാദവും അച്ചാറും. തമിഴ്നാട് ഡിഷാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടി ഞാനിത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ 3 ദിവസത്തെ സ്റ്റേക്കേഷൻ വിശേഷങ്ങളും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ വിശേഷങ്ങളും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വീട്ടുകാർക്ക് കൊടുത്ത സർപ്രൈസ് ഇൻ്റർനാഷണൽ ട്രിപ്പിനെ പറ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.